അയ്യോ അമ്മേ, അങ്ങനെ ഭയം മൂടുള്ളതുകൊണ്ടല്ല. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കൊച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ബൂസ്റ്റ് വാങ്ങി കുടിക്കായിരുന്നു. ആ മോനെ, സൺറൈസ് കാണാൻ ഇതിലും വലിയ സ്പേസ് ഏതാ? അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. ഭയ്യ ഫുൾ ടാങ്ക് डाल देना. ആ സമയം 3 മണി. ഇന്നെന്തായാലും ബസ് ഇത്രയും ബസ് കാഫി കാഫി ഓ ഇത്ര ലിറ്ററൊക്കെ 9.62 മോനെ. രാവിലെ 3 മണിക്ക് ആരാണോ എന്തോ. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ്. സമയം 3 മണി 3:05 AM. നമുക്ക് പോകേണ്ടത് 251 കിലോമീറ്റർ. ഞാനിന്ന് പോകുന്നത് നാസിക്കിലോട്ടാണ്. നാസിക് ഹരിഹർ ഫോർട്ട്. വലിയ വണ്ടിയുടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതുവഴി എടുത്തു വെക്കാം. ഗൂഗിളും അതാണ് പറയുന്നത്. അയ്യോ, 2 ദിവസം മുമ്പാണ് ദൈവമേ ഇത് കണക്കൊരു കുഴിയിൽ പോയി വീണിട്ട് ഫോർക്കൊക്കെ സെറ്റാക്കിയിട്ട് കൊണ്ടിറങ്ങിയത്. ഇറങ്ങിയൊരു 10 കിലോമീറ്റർ പോലും ഓടിച്ചില്ല. റോഡിലൊക്കെ ഒരു രക്ഷയില്ലാത്ത കുഴികൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കാണും. അല്ലെങ്കിൽ ഇവൻ്റെ വല്ല മോട്ടോക്രോസ് ബൈക്കിൻ്റെ ഷോക്ക് അബ്സറൊക്കെ ഫോർക്ക് സെറ്റൊക്കെ വാങ്ങി സെറ്റാക്കി കൊണ്ട് നടക്കണം റോഡിൽ കൂടി. അപ്പോൾ എന്തായാലും നൈസായിട്ടൊരു വൈബ് പിടിച്ച് യാത്ര തുടങ്ങുകയാണ്. ഇന്നലെ സർവീസ് ചെയ്തു. ബാക്കിലത്തെ ബ്രേക്ക് ഷൂ ചേഞ്ച് ചെയ്തായിരുന്നു. സോ അപ്പോൾ ഒരു മുട്ടൻ പണി കിട്ടി. പുള്ളി ബാക്കിലത്തെ ബ്രേക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് ഫിനിഷായി കഴിഞ്ഞിട്ടല്ല തന്നത്. ബാക്കിലത്തെ ബ്രേക്ക് ശരിക്കും ചവിട്ടിയിട്ട് കിട്ടുന്നില്ല, ഒട്ടും കിട്ടുന്നില്ല. ബാക്കിലത്തെ ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. അതൊരു വലിയൊരു അൺകംഫോർട്ടാണ്. എന്തായാലും ഫ്രണ്ടിലത്തെ ബ്രേക്കും ഗിയറിൻ്റെ ഒരു വിശ്വസിച്ച് ഇറങ്ങാം. പിന്നെ നമ്മുടെ പയ്യൻ നമ്മളെ ചതിക്കില്ലെന്ന് നമുക്കറിയാമല്ലോ. അമ്മേ, എന്താ റോഡുകളൊക്കെ അല്ലേ. ബൈക്ക് റൈഡർമാരുടെ ഈ സമയത്ത് റൈഡ് തിരിക്കുന്നൊരു വൈബും ഈ ടൈമിലുള്ള ഒരു വിഷ്വൽസും, പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലോൺലെസ്സും എല്ലാം ഒരു പ്രത്യേക ഒരു അഡ്രാലിൻ ഫോം ചെയ്യും. ഒരു സാധനം മിസ് ചെയ്യുന്നുണ്ട് ഗായ്സ്. നൈസായിട്ട് ഞാനൊരു സോങ് ഇടട്ടെ. ദൈവമേ, പറയുന്നില്ല, അവൻ പറന്ന് വരുന്നുണ്ട്. ഡിസംബർ മന്ത് ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. എന്ത് ഭംഗിയുണ്ടല്ലേ, എന്ത് ഭംഗിയുണ്ട്. ആ പൊളി. അതിൻ്റെ സൃഷ്ടാവിന് ഒരു സല്യൂട്ട്. 4.17 ഹവേഴ്സ് ആണ് കാണിക്കുന്നത്. നമുക്ക് അതിന് മുമ്പേ തെറിക്കാൻ പറ്റുമോ നോക്കാം. നല്ല റോഡ് കിട്ടിക്കഴിഞ്ഞാൽ പൊളിച്ചങ്ങ് പോകാവുന്നേ ഉള്ളൂ. എങ്കിലും ബാക്കിലത്തെ പറയിലത്തെ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ലേ, ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. സീനില്ല ഫ്രണ്ടിലത്തെ ബ്രേക്കും, പക്ഷേ ആ ഫോർക്ക് സെറ്റ് ഇളക്കിയോണ്ടൊന്ന് ഇളക്കിയിട്ടാണ് സെറ്റ് ചെയ്തത്. സോ അത് നല്ല കട്ടയ്ക്ക് പിടിക്കുന്നില്ല. കുറച്ച് നേരം ഓടിക്കഴിയുമ്പോൾ സെറ്റാകുമായിരിക്കും, കുഴപ്പമില്ല. കുറച്ചും കൂടെ ഞാൻ ഗിയർ ബ്രേക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. लोकल भैया, लोकल 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 लोकल. अरे भैया
മച്ചാരെ, മച്ചാന്മാരാണ് നമ്മുടെ മച്ചാന്മാര്. നൈസായിട്ട് സ്ലോ ആക്കി കൊടുക്കുക. ഒരിക്കലും പട്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി ആക്സിഡൻറ്റ് കൊടുക്കാതിരിക്കുക മാക്സിമം. കാരണം എനിക്ക് നല്ലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പില്ലിനെ നല്ല രീതിയിലൊന്ന് തള്ളിയിട്ടിട്ടുണ്ട്. പാവം എൻ്റെ ഫ്രണ്ട്, അവനൊക്കെ എന്ത് തെറ്റ് ചെയ്തതുണ്ടോ. ഇതാണൊക്കെ പട്ടി വന്നിട്ട് ആക്സിഡൻറ്റ് കൊടുത്തതാണ്. ഒരിക്കലും പട്ടി വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കാൻ നേരത്തോ അല്ലെങ്കിൽ സീൻ കാണിക്കാൻ നേരത്തോ ആക്സിഡൻറ്റ് ഓടിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. നല്ല രീതിയിൽ മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആക്കുക. കാരണം അത് അങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ അഭിപ്രായമല്ല, ഞാനൊരു പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, അതൊരു കഥയായിട്ട് കേട്ടോ. അപ്പം ഏതെങ്കിലും പട്ടികൾ ഇങ്ങനെ ഏതെങ്കിലും വണ്ടി ആക്സിഡൻ്റ് ആയി കൺമുന്നിൽ കാണുന്നതുകൊണ്ടാണ്, കാണുമ്പോൾ പിന്നെ ഇത് കണക്ക് വണ്ടി പോകാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു സ്പീഡിന് മേളിൽ പോകാൻ നേരത്ത് അതേ കണക്കത്തെ വണ്ടികളിൽ, അതേ കണക്കത്തെ വണ്ടിയല്ല, എല്ലാ വണ്ടി കാണുമ്പോഴും അത് കുരച്ച സീനാവും, കടിക്കാൻ വേണ്ടി വരും. മാക്സിമം അത് അങ്ങനെ ശ്രമിക്കും. പിന്നെ ഇങ്ങനെയുള്ള ജീവികൾ നമ്മുടെ ഹോർമോൺ ചേഞ്ച് കാരണം നമ്മുടെ ബോഡിയിൽ കളർ ചേഞ്ച് വരും. അവരുടെ കണ്ണിൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഹീറ്റ് നമുക്ക് ആ ഹീറ്റിൻ്റെ ഒരു പറന്നു ഞാനത് വഴിയെ. ഡിസംബർ മാസമായിട്ട് നല്ല തണുപ്പുണ്ട്. ഈ റോഡ് നൈസ് റോഡാണ്, നല്ലൊരു സ്മൂത്തായിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ ഇനി കമ്പ് നമ്മൾ ചാടാതിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സീൻ, ഏറ്റവും വലിയൊരു ഇത് നമ്മുടെ ഈ സൈഡിലെ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി. റോഡിൻ്റെ സിഗ്നൽസ് ബോർഡ് നോക്കിയാൽ മതി. സിഗ്നൽസ് ബോർഡ് നമുക്ക് എന്തായാലും മിസ്സാവില്ല. കാരണം വണ്ടിയുടെ വെട്ടം കാരണം അത് നല്ല ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. സോ മാക്സിമം സിഗ്നൽ ബോർഡിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞ് ശ്രദ്ധ മാറി സിഗ്നൽ ബോർഡിൽ നോക്കി വല്ലയിടത്തും കയറുകയും ചെയ്യരുത്. എൻ്റെ പെടലി ഒടിഞ്ഞ ഫോൺ ഹോൾഡർ എന്നെ വഴിയൊക്കെ കൺഫ്യൂഷനാക്കി തരുവാണോ. റൈഡ് തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഒരു ആരും റോഡിൽ ശല്യം ചെയ്യാനില്ലാത്തൊരു വൈബ്. നല്ല തണുപ്പുണ്ട്. എൻ്റെ ചെക്കൻ അങ്ങോട്ട് റെഡി ആയില്ല ഒരു സ്പീഡിന് മേളിൽ കയറ്റാനായിട്ട്. അതെല്ലാം പറ്റണില്ല, നല്ല തണുപ്പുണ്ട്. ആഹാ, പൊളിത്തണുപ്പ്, മൈ ഗോഡ്. അപ്പോൾ ഒരു 70 പിടിച്ച് പോലെ നടക്കുള്ളല്ലോ. ഹൈവേ എല്ലാം നല്ല കാലിയായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ നല്ല തണുപ്പടിക്കുന്നുണ്ട്. വണ്ടി സ്പീഡിൽ ഓടിക്കാനേ പറ്റില്ല. ഒരുവിധം നല്ല രീതിയിൽ തണുപ്പടിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എന്ത് കഴപ്പിൻ്റെ മേളിലാണെന്നുണ്ടെങ്കിലും ആ ഒരു തണുപ്പ് അടിച്ച് കയറ്റാൻ നോക്കരുത്. അബദ്ധവശ എന്തെങ്കിലും തണുപ്പ് കാരണം നമുക്ക് ബോഡി സെറ്റായില്ലെങ്കിൽ പിന്നെ ഇത്രയും എന്താ പറയുക, ആ ഒരു മൂഡ് പോകും, ഫുള്ള് വൈബ്. പിന്നെ ലോറി മച്ചാന്മാരുടെയോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വണ്ടിയുടെയൊക്കെ സൈഡ് പിടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഒരു ഹീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അത് കാറ്റ് തുളച്ച് പോകാൻ നേരത്തെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എസ്കേപ്പായിട്ട് നമുക്ക് അങ്ങനെ പോവാം. കാരണം ആ വണ്ടി ആ കാറ്റ് തുളച്ച് കയറി പോകുമ്പോൾ ഉള്ള സീനാണ്. ഞാൻ എന്തായാലും ഈ റോഡ് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഈ റോഡ്. തിരിച്ചും ഏകദേശം നൈറ്റ് ആയിരിക്കും മിക്കവാറും വരുന്നത്. തണുപ്പ് ചെറുതായിട്ടൊന്ന് കുറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്പീഡ് ലിമിറ്റ് ഇട്ട് പോകാമായിരുന്നു. എന്തോ തണുപ്പ് നല്ല സീനാണ്. സോ ഒരു വൈബ് പിടിച്ചങ്ങ് പോവാം. നല്ല കറക്റ്റായിട്ട് റോഡിൽ സിഗ്നൽസ് ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഇപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത്? എങ്ങോട്ടെങ്കിലും യാത്ര തിരിക്കാൻ പറ്റിയ ടൈമാണല്ലേ. നൈസായിട്ട് ബ്രൈറ്റായിട്ട് അടിച്ച് കാണിക്കുന്നുണ്ടല്ലോ. ഒരു സീനും ഇല്ല. എൻ്റെ വണ്ടിയിൽ കൊണ്ട് ഇത്രയും ലൈറ്റുണ്ട്. ഇതാണ് യഥാർത്ഥ 220യുടെ ലൈറ്റ്. ഈ രാത്രി ഈ വട്ടം കൊണ്ടുകൊണ്ട് എങ്ങനെ വണ്ടി ഓടിക്കാനാ? അതുകൊണ്ട് ഫ്രണ്ടിൽ എന്തോന്ന് കാണുന്ന കൂടിയില്ല. അതിൻ്റെ കൂടെ ഉണ്ട് മോഞ്ചിക്കട. അതും പോരാണ്ട് വരുന്നവരെ അടിച്ച് അണ്ണാക്കി കയറ്റിക്കൊണ്ടാണ് വരുന്നത്. എങ്കിലും ഈ ടൈമുള്ള യാത്ര ഒരു പ്രത്യേക ഒരു വൈബാണ്. ഈ പാതിരാത്രി 3:45 ആരടാ സിഗ്നലൊക്കെ നോക്കുന്നേ? ഞാൻ പോവാ.
നല്ല കാര്യമായിട്ട് കിടക്കും. എന്താ ഒരു ഭംഗി. ബട്ട് നല്ല തണുപ്പുള്ളതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കിൻ്റെ അകത്ത് എൻ്റെ തെർമൽ ലൈനറും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. ബട്ട് തണുപ്പ് നല്ല സീനുണ്ട്. ഇതിൽ കൂടുതൽ വണ്ടി മേളിൽ കയറ്റാൻ പറ്റണില്ല. ഈ മന്തും പിന്നെ അങ്ങനെയല്ലേ, നല്ല തണുപ്പുള്ള സീസൺ കൂടല്ലേ. ഞാൻ സിഗ്നൽ ബോർഡൊക്കെ നോക്കി വരാൻ വേണ്ടി പറഞ്ഞു. ബട്ട് ഞാനിതുവരെ ഒരു സിഗ്നൽ ബോർഡും ഒരു ഹമ്പിൻ്റെ ഫ്രണ്ടിലും കണ്ടില്ല. പക്ഷെ നമ്മൾ ആ കാര്യത്തിൽ കേരളത്തിൽ നീറ്റാണ് കേട്ടോ. ഒരു ചെറിയ ഹമ്പുണ്ടെങ്കിലും ശരി തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ സിഗ്നൽ ബോർഡ് ഉണ്ടായിരിക്കും. പിന്നെ ഹൈവേയിലും ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. എന്താ ഒരു ഭംഗിയല്ലേ. വൈബ് മോനെ, വൈബ്. എത്ര ലൈറ്റാന്ന് നോക്കിയാ വണ്ടിക്കകത്തൊക്കെ. എനിക്ക് നൈസായിട്ടൊരു ചായ കുടിക്കുന്ന സ്ഥലത്തോട്ട് നിർത്തണം. കാരണം എൻ്റെ ഈ ക്യാമറയുടെ സെറ്റിങ്സ് കറക്റ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും നിർത്തുക. അപ്പോൾ ഏതെങ്കിലും ചായ കുടിക്കുന്ന ഒരു കടയിലോട്ട് നിർത്താം. നല്ല റേഞ്ച് കാണും. ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ചായയും കൂടെ കുടിക്കാം. ഇവിടെ കാണും മച്ചന്മാർ ഈ ടൈമിൽ കട തുറന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നൈസായിട്ടൊരു സ്മോക്കൊക്കെ ചെയ്ത് മെല്ലെ ബോഡി ഒന്ന് ഹീറ്റാക്കിയിട്ട് പറത്താം. ശരീരം കുറച്ച് കഴിയുമ്പോൾ നൈസായിട്ട് തണുപ്പിനെ പ്രതിരോധിച്ച് തുടങ്ങും. പിന്നെ വണ്ടിക്ക് നല്ല തണുപ്പായതുകൊണ്ട് എൻജിൻ നല്ല കൂളായിരിക്കും. 220 പിന്നെ എയർ കൂൾഡ് എൻജിനല്ലേ. എയർ കൂളാകുമ്പോൾ എൻജിന് നല്ല കൂളായിരിക്കും. എൻജിൻ നല്ല കൂളായിരിക്കും, അത്യാവശ്യം നല്ല പെർഫോമൻസ് തരും. ശരിക്കും നല്ല ഫോഗ് ലാമ്പൊക്കെ വേണം. ആരിനി എന്ത് പറഞ്ഞാലും എന്ത് റൂളൊക്കെ പറഞ്ഞാലും. പ്രത്യേകിച്ച് എല്ലാ ആൾക്കാരും റൂള് എല്ലാം നല്ല രീതിയിൽ പാലിക്കുന്നതുകൊണ്ട്. പിന്നെ അതൊക്കെ കണ്ടില്ലേ, എൻ്റെ പൊന്നളിയാ എത്ര വെട്ടാ നോക്കിയേ. ഈ എൻ്റെ വെട്ടൊക്കെ ഓഫ് ചെയ്ത സാധാ ഒരു വണ്ടി വന്നാലും എനിക്കൊന്നും കാണില്ല ഫ്രണ്ടിൽ. എന്തുവാണോ ഫ്രണ്ടിൽ ഉണ്ട്. അയ്യോ വെട്ടുപോവും. ഉണ്ടോ എന്ത് കാണാനാണ് അത്? അവന്മാരിട്ടേക്കണ്ടെന്നല്ല, വെട്ടം കണ്ടില്ലേ. ഈ സമയത്തൊക്കെ എങ്ങനെ സോളോ അടിച്ചു വരാൻ നേരത്തെ എന്തൊക്കെ ഭയപ്പെടേണ്ടി വരും. അത് നോർത്ത് ഇന്ത്യയിലാണ്. വഴി അറിയില്ല, സ്ഥലങ്ങൾ അറിയില്ല, യാതൊന്നും തന്നെ അറിയില്ല, ഭാഷ അറിയില്ല. കണ്ടോ റോഡിൻ്റെ അകത്ത് ഇതേണക്കത്ര മൊട്ടം സീനുകളും. എവിടെയെങ്കിലും പോയി നിലത്തടിച്ച് വീണാലും ഒരു മനുഷ്യനില്ല എടുക്കാനും. അമ്മേ മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈസായിട്ടൊരു സിഗ്നൽ സിസ്റ്റം ഉണ്ടാക്കിയിടാവുന്നേ ഉള്ളൂ. എന്നെ വെട്ടമാണോ വണ്ടിയിൽ നിന്ന് കഴിച്ച് കയറ്റി വരുന്നത്. നല്ല ഏതോ ഗ്രാമപ്രദേശ വൈബുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല ഇരുട്ട് കാരണം ഒന്നും കാണുന്നില്ല. ഞാൻ തൽക്കാലം ഇവിടെ ഒന്നും വണ്ടി നിർത്തുന്നുമില്ല. എന്നെ ഭയം മൂടുള്ളതുകൊണ്ടല്ല, പിന്നെ മാക്സിമം നിർത്താന്നതിന് മുമ്പേ ഒരു ചായ കുടിക്കുന്ന സ്ഥലത്തോട്ട് നിർത്താം എന്നുള്ളൊരു മൂടായതുകൊണ്ടാണ്. നല്ല തണുപ്പുണ്ട് മച്ചാനെ, നല്ല തണുപ്പുണ്ട്. ഓ പൊളി. ആ തീയിട്ടേക്കുന്ന അവിടെ കാണാൻ പോയി നിന്നാലോ. അവിടെ എന്താണ് സെറ്റപ്പ്? ഇവിടെ എന്ത് ഗോഡൗൺ സെറ്റപ്പ് കണ്ടോ? നമുക്കൊരു ചായക്കട എന്തോ സെറ്റപ്പ് ആണെന്ന് തോന്നല്ലോ. ഒരു നിർത്താനുള്ള വൈബ് കിട്ടുന്നില്ല. തെറിക്കുക. പുള്ളി ഐ തിങ്ക്സ് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു തോന്നുന്നു. വെയിറ്റ് ഒന്നും ചെയ്യാൻ വയ്യ. ഞാൻ നൈസായിട്ടൊന്ന് ചവിട്ടിയതാ. എങ്കിലും വണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ചവിട്ടുന്നത് ഭയങ്കര ബോറാണ്. വളരെ സ്പീഡ് പിടിച്ച് വൈ പിടിച്ച് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ടങ്ങ് പോവാം. ഒരു സോങ് ലെവൽ വൈബിലൊക്കെ. നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരു കട കിട്ടി. വണ്ടി എന്തായാലും കുറച്ച് ഉള്ളിലോട്ട് കയറ്റി ഒതുക്കുക. പുള്ളിക്കാരൻ ഉറങ്ങുവാണെന്ന് തോന്നല്ലോ. ഉറങ്ങുന്നവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ്. എങ്കിലും പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പുള്ളിക്കൊരു നല്ല കാര്യം വരാനല്ലേ. ഡിസ്റ്റർബ് ചെയ്തേക്കാം. ഭയ്യ ദാദാ ചായ മിലേഗാ ക്യാ? ചായ മിലേഗാ ക്യാ? ഓക്കെ. സമയം 3:45.
ഇനി 3:41 കൂടെ വണ്ടി ഓടിക്കണം. 215 കിലോമീറ്റർ. ഐ തിങ്ക് സോ നമ്മളൊരു 10-40 കിലോമീറ്ററിന് മുകളിൽ എത്തിയെന്ന് തോന്നുന്നു. അറിഞ്ഞതുകൂടിയില്ല. സോ ഞാനായിട്ട് നൈസായിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തുടങ്ങാം. ഓക്കെ ഗൈസ്. दादा बूस्ट वगैरह कुछ मिला है क्या? बूस्ट हॉर्लिक्स ऐसे? बूस्ट हॉर्लिक्स ऐसे कुछ है क्या? नहीं क्या? तो चाय दीजिए. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കൊച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ബൂസ്റ്റ് വാങ്ങി കുടിക്കായിരുന്നു. അതിൽ കിട്ടുന്നൊരു വൈബൊന്നും പിന്നെ ഇവിടെ ഒന്നും കിട്ടില്ല മകനെ. ഇവിടെയൊക്കെ ചുമ്മാ റൈഡ് വൈബേ ഉള്ളൂ. എൻ്റെ മോനെ ഹെൽമെറ്റും അതിൻ്റെ അകത്തിരിക്കുന്ന ഹെഡ്ഫോണും കുറച്ചു നേരം ചുമ്മാ ഒരു വെളിയിലിട്ടിരുന്ന എല്ലാം തണുത്തൊരു പരുവായി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ സമയം 4:07. ഇനി 3 മണിക്കൂർ 40 മിനിറ്റുമാണ് മാപ്പിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ കൊച്ചേട്ടൻ്റെ കടയിൽ നിന്ന് 2 ടീം അകത്താക്കി നൈസായിട്ട് ഞാൻ വീണ്ടും തുടങ്ങുവാണ്. ഇനി 215 കിലോമീറ്റർ 7:47 അവിടെ എത്തുമെന്നാണ് പറയുന്നത്. ചലിക്കുമല്ലോ. താങ്ക് യു കൊച്ചേട്ടാ. എന്നാലും ഞങ്ങളുടെ നാട്ടിലെ കൊച്ചേട്ടൻ്റെ സർവീസ് റോഡിൻ്റെ അകത്ത് എവിടെയെങ്കിലും കയറി നിൽക്കായിരുന്നു. എങ്കിലും നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു സൈഡ് പിടിച്ച് ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഒരു സൈഡ് പിടിച്ചങ്ങ് പോവാം. എവിടെയെങ്കിലും കയറി നിൽക്കായിരുന്നു, പക്ഷെ നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഉള്ള സമയത്ത് നിന്ന് തണുപ്പടിക്കാതെ കുറച്ച് മൂവ് ആവാം. ഒരു സൈഡ് പിടിച്ച് മേലെ അങ്ങ് പോയാൽ പോരെ. എൻ്റെ പൊന്നളിയാ, ഇത്ര തണുപ്പുണ്ടെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പണ്ടകടാഹം വരെ തണുപ്പടിച്ച് സീനായിരിക്കുക. ഉഫ് മാൻ, നല്ല തണുപ്പുണ്ടായിരുന്നു മച്ചാന്മാരെ വരുന്ന വഴിക്ക്. എന്നാലും ഞാൻ നൈസായിട്ട് ടോൾ ബൂത്ത് കണ്ട് വണ്ടി ഒന്ന് ഒതുക്കിയതാണ്. അവിടെ നോക്കിയപ്പോൾ നൈസായിട്ട് പുള്ളി തീയൊക്കെ കാഞ്ഞ് നിൽക്കുന്നു. കുറച്ച് നേരം ഞാനും കൂടെ നിന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് തെറിക്കാന്നേ. അമ്പോ നല്ല തണുപ്പ്. അപ്പോൾ സമയം 6:45 ഗായ്സ്. ഞാൻ ഏകദേശം ഒരു 5 മണിയോളം ഇവിടെ എത്തിയതാണ്. നല്ല തണുപ്പിൻ്റെ ഒരു അവസ്ഥ ആയതുകൊണ്ട് പുള്ളി പിന്നെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ട് തന്നു. അങ്ങനെ കുറച്ചേറെ നേരം ഞാനിവിടെ ഇരുന്നു. നൈസായിട്ട് മൂവ് ആവാൻ വിചാരിച്ചു. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ പോസ്റ്റ് ആവും. മെല്ലെ സൂര്യൻ ഉദിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് തണുപ്പ് മെല്ലെ മാറി തുടങ്ങുമായിരിക്കും. വണ്ടിയുടെ എല്ലാ ഭാഗവും നല്ല തണുത്തു. ഞാൻ ഗ്ലൗസൊക്കെ കുറച്ച് നേരം ആ തീയുടെ അടുത്തൊക്കെ കുറച്ച് നേരം കൊണ്ട് വെച്ചിരുന്നു. ഇതെന്താണെന്നറിയില്ല, 1 സൈഡ് ചാർജ് കയറുന്നില്ല. അപ്പോൾ തെറിക്കാം. വലിയ സൂര്യനും നൈസിനെ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്. പുള്ളി കുറച്ചേറെ നമുക്ക് സെറ്റാക്കി തന്നു, ചൂടാക്കി ദേഹം മൊത്തം. ഓക്കെ ഭയ്യ, ചല മിൽത്തോ. നൈസ് തണുപ്പുണ്ട്. ഞാൻ നേരത്തെ തണുക്ക് നല്ല സ്പീഡൊന്നും കയറ്റുന്നില്ല, നല്ല പോകുന്നേ ഉള്ളൂ. കാരണം ശരീരം നല്ല രീതിയിൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറ്റാത്ത അവസ്ഥയാവും. അത് പറയണത് ഒരു പരിപാടിയും കൂടെ ചെയ്യാൻ പറ്റും തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി. ഒരു ബാഗുണ്ട്, ആ ബാഗ് എടുത്ത് ഫ്രണ്ടിലിടാം. നെഞ്ചത്ത് കുറച്ച് കാറ്റ് കയറുന്നത് നിൽക്കും. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടില്ല. ഈ സൂര്യൻ ഉദിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്.
പക്ഷെ മെല്ലെ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ബോറാണ്. തണുപ്പ് കാരണം ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ. എന്തായാലും മെല്ലൊക്കെ പോയി നോക്കാം. നല്ല കിടിലൻ തണുപ്പ്. ഇനി ഏകദേശം 3 മണിക്കൂർ കാണിക്കുന്നുണ്ട്. 164 കിലോമീറ്റർ. സൂര്യോദയത്തിൻ്റെ സമയം ഏകദേശം ആയി തുടങ്ങി. വാനത്ത് നല്ല രീതിയിൽ ചുവന്ന എന്താ ഒരു പ്രത്യേക കളറല്ലേ. നല്ല തണുപ്പു. മോനെ എന്താ ഒരു വൈബ്. ഇതൊക്കെയല്ലേ ഒരു വൈബ്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. അതിസുന്ദരമായ ഒരു കാഴ്ച. എന്ത് ഭംഗി. ആകാശം മെല്ലെ ചുമന്നു തുടങ്ങി. അത് കാണാൻ തന്നെ നല്ല ഭംഗി. ഈ തണുപ്പോ ഈ റൈഡിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ നമുക്കൊരു പ്രശ്നമായി തോന്നാത്തത് ഈ പ്രകൃതിയുടെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള കുറച്ച് സൗന്ദര്യ നിമിഷങ്ങളും കുറച്ച് സൗന്ദര്യം വ്യൂസും സൈറ്റ്സും ഒക്കെയാണ്. അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ത്രില്ലിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ സംഭവിക്കുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ മറന്നു തുടങ്ങും. തണുപ്പ് കാരണം എനിക്ക് ഇത് കൂടുതൽ പോകാൻ പറ്റുന്നില്ല. ബാഗ് എടുത്ത് ഫ്രണ്ട് ഇട്ടു, എന്നിട്ടൊന്നും ഒട്ടും പറ്റണില്ല. എന്തായാലും ഒരു നൈസ് വൈബ്. എനിക്ക് ആ സൺറൈസ് കാണാൻ വേണ്ടി നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരാഗ്രഹം സൺറൈസ് നിന്ന് എവിടെയെങ്കിലും നിന്ന് കാണണമെന്ന്. പിന്നെ റൈറ്റ് സൈഡിലായിരിക്കും മിക്കവാറും സൺറൈസ് ഉണ്ടാവുക. അവിടെ നല്ലൊരു മറവാണ്. ലെറ്റ്സ് സീ എന്താവുന്നു. തണുപ്പിന് യാതൊരു കുറവില്ല. എന്നാലും ബോഡി ചെറുതായിട്ട് റെസ്റ്റ് ചെയ്ത് തുടങ്ങി. അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ അങ്ങ് പെട്ടുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ചൂട് പിടിച്ച് അവിടെ നിന്നിട്ട് പിന്നെ ഒട്ടും പറ്റാണ്ടായി എനിക്ക്. പിന്നെ വീണ്ടും തണുപ്പിലോട്ട് വരാൻ വേണ്ടി അവിടെ ഇരുന്നാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ നൈസായിട്ട് സൂര്യൻ ഉദിച്ചു തുടങ്ങിയെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇറങ്ങിയതാണ്. ഞാനിത് ഏകദേശം ഒരു 15 കിലോമീറ്ററിന് മുമ്പേ ഈ പുള്ളിയെ കണ്ടതാണ്. ഞാൻ വരുന്ന വഴിക്ക് പുള്ളി വീണ്ടും ഓടുവാണ്. ഞാൻ രണ്ടിടത്തും നിർത്തിയപ്പോഴും പുള്ളി പാസ് ചെയ്യുന്നത് പോലൊക്കെ കണ്ടായിരുന്നു. ആ മോനെ എന്നാ പൊളിയാ വന്നേ. ആകാശം അങ്ങ് സൗന്ദര്യപൂരിതമായിട്ട് നിൽക്കുകയാണ്. മോനെ രക്ഷയില്ലാത്ത വൈബ്. ഇതാണ് സോളോ റൈഡ് പോകണമെന്ന് പറയുന്നത്. സോളോ റൈഡിന് പ്രത്യേക ഒരു കിക്കാണ്. ആ മോനെ എന്താ ഒരു ഭംഗിയല്ലേ. മോനെ കിടിലൊരു സ്പോട്ട് കിട്ടി. കേട്ടോ അവിടെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഒന്ന് കയറി നോക്കാം. സൺറൈസ് കാണാൻ ഇതിലും വലിയ സ്പേസ് ഏതാ.